ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു അടിപൊളി സ്വീറ്റ് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ദിൽകുഷ് എന്നാണ് ഇതിൻ്റെ പേര്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊങ്ങാനായിട്ട് 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുത്ത മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത്. എന്നിട്ടിത് നമുക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയും ബ്ലാക്ക് റൈസിൻസും ചെറിയും കാഷ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മാവ് കുഴച്ച് വെച്ചിട്ട് 1.5 മണിക്കൂറായി. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവ് നമുക്കിതുപോലെ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഈ 2 പോർഷനും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിലേക്ക് മൈദാമാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് നൈസായിട്ട് വരാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പോൾ ആ 2 പോർഷനും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഫില്ലിങ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറും ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാല് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കണം. ബേക്ക് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് ആദ്യമേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ടൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മളത് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ ഒരു 35 to 40 മിനിറ്റ് സമയം എടുത്തു ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ പൊങ്ങിയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.